ഹലോ, ഏറ്റവും പുതിയ ബേസിൽ ചലച്ചിത്രം പൊന്മാന്റെ വിശേഷങ്ങളുമായിട്ടാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത്. അപ്പൊ പൊന്മാൻ ഈ പേര് കേൾക്കുന്ന സമയത്ത് ചിലർക്കെങ്കിലും ഇതൊരു കിളിയുടെ പേരായിട്ട് ഫീൽ ചെയ്യാൻ സാധ്യതയുണ്ട്. പക്ഷെ എഴുതിയിരിക്കുന്നതൊന്ന് ശ്രദ്ധിച്ചു നോക്കിയാൽ തന്നെ കാണാം, രണ്ട് വേർഡാണ് ഇതിൽ മെയിൻ ആയിട്ട് വരുന്നത്, പൊന്നെന്നും മാൻ എന്നും. അപ്പോൾ പൊന്ന് നമ്മളെല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ്. അപ്പൊ അവനിങ്ങനെ പൈസ ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു കാലഘട്ടത്തിൽ ഏറ്റവും അടിപൊളിയായിട്ടുള്ള ഒരു സ്റ്റോറി, സമകാലിക പ്രസക്തിയുള്ള ഒരു സ്റ്റോറി ആയിട്ടാണ് എനിക്ക് പേഴ്സണലി ഇത് ഫീൽ ചെയ്തത്. യഥാർത്ഥത്തിൽ GR ഇന്ദുഗോപന്റെ 4-5 ചെറുപ്പക്കാർ എന്ന് പറയുന്ന ഒരു കഥയെ ബേസ് ചെയ്തിട്ടാണ് ഈ ഒരു സിനിമ വരുന്നത്. അതുകൊണ്ട് തന്നെ ഇതിന്റെ തിരക്കഥയില് അതേപോലെ തന്നെ കഥ എന്നുള്ളത് GR ഇന്ദുഗോപന്റെ തന്നെയാണ്. അപ്പൊ ഈ ഒരു സിനിമയുടെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മലയാള സിനിമ എപ്പോഴും സംസാരിക്കുന്ന വളരെ പ്രസക്തമായിട്ടുള്ള കുറെ കാര്യങ്ങളാണ്. അത്തരത്തിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സബ്ജക്റ്റിനെ ഇത്രയും കൺവീനിയൻസ് ആയിട്ടുള്ള രീതിയിൽ അത് അവതരിപ്പിക്കുക എന്നുള്ളത് ശരിക്കും ഭയങ്കര അടിപൊളിയായിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ നമ്മുടെ കേരളത്തിൽ എത്രയൊക്കെ ഡൗറി ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാലും പ്രത്യേകിച്ച് പല ഭാഗങ്ങളിലും ഡൗറി എന്നുള്ളത് ഇന്നും പറയാതെ പറഞ്ഞു വെക്കുന്ന ഒരു കാര്യം തന്നെയാണ്. പല ഭാഗങ്ങളിലും ആളുകൾ അത് വാങ്ങിക്കുന്നുണ്ട്. പൊതുവെ അത് പറയുന്ന സമയത്ത് ഇതെന്തോ നമുക്ക് കിട്ടേണ്ട കാര്യമാണ് എന്ന് വിചാരിക്കുന്ന ഒരുപാട് ആളുകൾ ഇന്നും ഉണ്ട്. അപ്പൊ ഈ ഒരു സിനിമയുടെ പശ്ചാത്തലമായിട്ട് വരുന്നത് കൊല്ലം ജില്ലയാണ്. എന്തുകൊണ്ട് കൊല്ലം ചൂസ് ചെയ്തു എന്നുള്ളത് ഈ സിനിമയിൽ തന്നെയുണ്ട്. കൊല്ലത്ത് പല വീടുകളിലും ഈ കല്യാണ പിരിവ് എന്ന് പറയുന്ന ഒരു സമ്പ്രദായം ഉണ്ട്. അപ്പൊ ഈ കല്യാണ പിരിവിനെ ബേസ് ചെയ്തുകൊണ്ടാണ് ഈ ഒരു ചിത്രം വരുന്നത്. അപ്പോൾ ഇതിൽ ഏറ്റവും പ്രധാനമായിട്ട് അല്ലെങ്കിൽ ഏറ്റവും അടിപൊളിയായിട്ട് അഭിനയിച്ചത് ആരാന്ന് വെച്ചാൽ, സത്യം പറഞ്ഞാൽ അത് ബേസിൽ തന്നെയാണ് കേട്ടോ. എനിക്ക് ബേസിലിന്റെ പ്രാൻകൂർ ഷോപ്പൊക്കെ കണ്ട സമയത്ത് ഭയങ്കരമായിട്ടുള്ള ഒരു ആവർത്തന വിരസതയോ എന്തോ കണ്ട പോലത്തെയുള്ള ഒരു തോട്ടമോ ഒക്കെ ബേസിലിന്റെ അഭിനയത്തിൽ പേഴ്സണലി എനിക്ക് ഫീൽ ചെയ്തിരുന്നു. പക്ഷേ നമ്മൾ ഈ ഒരു പൊന്മാൻ കാണുന്ന സമയത്ത് ബേസിൽ എന്നുള്ള നടനെ ശരിക്കും ഇതിൽ കാണാം. എത്ര അടിപൊളിയായിട്ടാണെന്നറിയാം അദ്ദേഹം ഇതിലെ ക്യാരക്ടർ ചെയ്തിരിക്കുന്നത്. വളരെ സാധാരണക്കാരനായിട്ടുള്ള ഒരു കഥാപാത്രം, ജീവിക്കാൻ വേണ്ടി അങ്ങേയറ്റം കഷ്ടപ്പെടുന്ന ഒരു കഥാപാത്രം. അതിനിടയിൽ അയാൾക്ക് നിലനിന്ന് പോകാനുള്ള കുറച്ച് കുസൃതികളും അതേപോലെ തന്നെ അയാൾ നിൽക്കുന്ന സ്ട്രഗിളും ഒക്കെയാണ് ഈ സിനിമയിലുള്ളത്. പ്രത്യേകിച്ച് ഇമോഷണൽ സീന് ബേസിൽ അവതരിപ്പിച്ചത് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. വളരെ പൊട്ടൻഷ്യലുള്ള, സത്യം പറഞ്ഞാൽ ജനപ്രിയ നായകൻ എന്ന് പറയാൻ പറ്റുന്ന ആള് തന്നെയാണ് ബേസിൽ. ആദ്യമൊക്കെ എനിക്ക് ചില സമയത്ത് ആ ഒരു ടാഗ് എനിക്ക് ഇഷ്ടമാണ്, പക്ഷെ എന്നാലും പല ഏരിയാസും മൂപ്പരുടേതായിട്ട് എനിക്ക് ഫീൽ ചെയ്തിരുന്നില്ല. ബട്ട് ഈ ഒരു സിനിമ കണ്ടപ്പോൾ അടിപൊളിയായിട്ട് ബേസിൽ ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഇതിലുള്ള കഥാപാത്രങ്ങളുടെ പെർഫോമൻസ് തന്നെയാണ് കേട്ടോ ഇതിൽ ഏറ്റവും എടുത്തു നിൽക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് സ്റ്റോറിയിലുള്ളത്. അപ്പോൾ അത്രയും നന്നായിട്ട് ഇതിലെ കഥാപാത്രങ്ങളായിട്ട് ജീവിച്ചവരും ചെയ്തിട്ടുണ്ട്. എനിക്കിതിൽ എടുത്തു പറയേണ്ട മറ്റൊരു കഥാപാത്രം എന്ന് പറയുന്നത് ബേസിലിനെ പോലെ തന്നെ ലിജിമോൾ ഒബ്വിയസ്ലി നന്നായിട്ട് ചെയ്യുന്ന ഒരു ആർട്ടിസ്റ്റ് തന്നെയാണ്. സജിൻ ഗോപു നമ്മൾ അംബാനായിട്ട് നമ്മളെല്ലാവരും ഫേവറേറ്റ് ലിസ്റ്റിൽ ഇടം നേടിയ ഒരു വ്യക്തിയാണ്. അപ്പൊ അംബാനാണ് എൻ്റെ മനസ്സിലുണ്ടായിരുന്നത്. അപ്പോൾ കുറച്ച് കോമഡി ഒക്കെ ഉള്ള ഒരു കഥാപാത്രമായിരിക്കും എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ പോയത്. ബട്ട് അംബാൻ ചുരുളിയിലുള്ള സജിൻ ഗോപു ആണ് എന്ന് തോന്നിപ്പോ. അത്രയും മസ്കുലൈൻ പവറുള്ള ഒരു മെയിൽ സെന്റേർഡ് ക്യാരക്ടർ എന്നൊക്കെ പറയില്ലേ, അതുപോലത്തെ ഒരു ക്യാരക്ടറാണ് സജിൻ ഗോപു ചെയ്തത്. ശരിക്കും നമ്മൾ അംബാന്റെ ആ ഒരു സോഫ്റ്റ്നെസ് പ്രതീക്ഷിക്കുമ്പോൾ നമ്മൾ എക്സ്ട്രീം വേറെ തന്നെയുള്ള ഒരു രീതിയിലുള്ള അഭിനയമാണ് ഇവിടെ കാഴ്ചവെച്ചിരിക്കുന്നത്. പിന്നെ ഇതിൽ ലിജിമോളുടെ അമ്മയായിട്ട് വരുന്ന നമ്മുടെ സന്ധ്യ രാജേന്ദ്രൻ എന്ന് പറയുന്ന ഒരു ആർട്ടിസ്റ്റ് ഉണ്ട്. ബ്രില്യൻ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ട്, ഭയങ്കര ഇഷ്ടമായി. നമ്മുടെ ആക്ടർ മുകേഷിന്റെ സഹോദരി കൂടിയാണ്. സൂപ്പറായിട്ട് എനിക്ക് ഇഷ്ടമായി. അപ്പോൾ പൊന്മാൻ എന്നുള്ള സിനിമ സത്യം പറഞ്ഞാൽ ഭയങ്കര കൊമേഴ്ഷ്യൽ, ഭയങ്കര ഹിറ്റ് അങ്ങനെ ഉള്ള ഒരു ഫിലിം ആവുമെന്നൊന്നും എനിക്കറിയില്ല. ബട്ട് നല്ല സിനിമയാണ്. തീർച്ചയായിട്ടും നമുക്ക് വളരെയധികം റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന, കണ്ടിരിക്കാൻ തോന്നുന്ന നല്ലൊരു സിനിമയാണ് പൊന്മാൻ. നിങ്ങൾ പ്രതീക്ഷിക്കുന്ന പോലെ മാസ് അങ്ങനെയുള്ള ഒരു ടൈപ്പ് സിനിമയേ അല്ല. വളരെ ഹൃദയസ്പർശിയായിട്ട് കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു പോകുന്ന, ഒട്ടും അധികം ഒന്നും ലാഗ് അടുപ്പിക്കാത്തൊരു സിനിമ. പലപ്പോഴും നമുക്കൊരു വിരസത തോന്നുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അത് അതിൻ്റെ അകത്തുള്ള ചില എലമെന്റ്സ് മാത്രമാണ്. ബട്ട് ഓവറോൾ അധികം ലാഗൊന്നും ഇല്ലാത്ത നല്ലൊരു പടമാണ്. കുറച്ച് കാര്യങ്ങൾ ഞാനിങ്ങനെ സ്കിപ്പ് ചെയ്യുന്നത് നമുക്ക് കുറച്ച് തരത്തിൽ പറഞ്ഞു പോകുമ്പോഴത്തേക്ക് അത് സ്പോയിലേഴ്സ് ആവരുത് എന്നുള്ളത് കൊണ്ടാണ്. അപ്പോൾ സ്ത്രീധനവും അതുമായിട്ടൊക്കെ ബന്ധപ്പെട്ട വളരെ നല്ലൊരു സിനിമ.
മലയാളത്തിൽ മാത്രമേ ശരിക്കും പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഇത്തരം നല്ല നല്ല സിനിമകളിൽ ഈ നല്ല രീതിയിൽ പറഞ്ഞു പോകുന്നുള്ളൂ എന്ന് എനിക്കിപ്പോൾ തോന്നുന്നു. കാരണം ഡൗറിയൊക്കെ കൈകാര്യം ചെയ്തിരിക്കുന്ന ഒരു രീതി വളരെ രസകരമായിട്ടാണ് അവതരിപ്പിച്ചിരിക്കുന്നത്. അതിൽ പല ഡയലോഗുകളും ഉണ്ട്, ശരിക്കും നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള കുറേ ഡയലോഗുകൾ. ഓവറോൾ എനിക്കിഷ്ടപ്പെട്ട ഒരു നല്ലൊരു കൊച്ചു സിനിമയായിരുന്നു. നല്ല നല്ല സിനിമകൾ കാണാൻ ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് വളരെ ഡീസൻ്റ് ആയിട്ട് വാച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു മൂവിയാണ് പൊന്മാൻ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എപ്പോഴും പറയുന്നത് പോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം. ചാനലിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങളും താഴെ കമൻറ്റ് ചെയ്യുക. Bye bye, see you.